മനുഷ്യൻ പറഞ്ഞ വാക്കിനടിമയും പറയാത്ത വാക്കിനുടമയുമാണ്. ഇതാദ്യമായല്ല മണിയാശാൻ്റെ വാക്കിൽ തട്ടി CPM വീഴുന്നത്. ഇതിനു മുന്നേയും മണിയാശാൻ ഗ്രാമ്യഭാഷകളും അംഗവിക്ഷേപങ്ങളും നടത്തി പാർട്ടിയെ വെട്ടിലാക്കിയിട്ടുണ്ട്. മണിയാശാൻ ഫ്യൂഡൽ സമൂഹത്തിൻ്റെ വക്താവല്ല, തൊഴിലാളി പാർട്ടിയുടെ പ്രതിനിധിയാണ്. നമ്മൾ കൊയ്യും വയലേലകളെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പാടി ഒരു സമൂഹത്തിന് പ്രത്യാശ കൊടുത്ത തൊഴിലാളി പാർട്ടിയുടെ തലമൂത്ത നേതാവാണ്. സമ്പത്തിൻ്റെയും ഉത്പാദനത്തിൻ്റെയും വിതരണം നീതിയുക്തമല്ലാത്തതുകൊണ്ടും തുല്യമല്ലാത്തതുകൊണ്ടുമാണ് സമൂഹത്തിലെ കുറച്ചു കൂട്ടം ആൾക്കാർ ക്ഷേമ പെൻഷൻ ആശ്രയിക്കേണ്ടി വരുന്നത്. വികസിത രാജ്യത്ത് ക്ഷേമ പെൻഷനിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സിൻ്റെ ഗ്രാഫ് വളരെ വലുതാണ്. ഈ ക്ഷേമ പെൻഷൻ മണിയാശാൻ്റെ തറവാട്ട് സ്വത്തുമല്ല, പാർട്ടി ഫണ്ടുമല്ല, പൊതുഖജനാവിൽ നിന്നാണ്. ജനങ്ങൾക്കത് അർഹതയും അവകാശവുമുള്ളതുമാണ്. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ മുഖം, റിയൽ സെൽഫ്, അധികകാലം മൂടിവെക്കാനാവില്ല. അത് മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. മണിയാശാനിലെ കമ്മ്യൂണിസ്റ്റ് മാടമ്പി പുറത്തു ചാടി. ക്ലാസ്ലെസ് സൊസൈറ്റി, വർഗരഹിത സമൂഹം എന്നത് കേവലം ഒരു ചൂണ്ടലിര മാത്രമാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ മണിയാശാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 1945 ശ്രീ ജോർജ് ഓർവെൽ രചിച്ച എനിമൽ ഫാം എന്ന നോവലാണ്. അത് ശക്തമായൊരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യമാണ്, അലിഗറിയാണ്. കഥാപാത്രങ്ങളെല്ലാം തന്നെ മൃഗങ്ങളുമാണ്. ഓരോ കഥാപാത്രവും ആ കാലഘട്ടത്തെ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് റഷ്യയിലെ ഭരണാധികാരികളെ സൂചിപ്പിക്കുന്നു. റഷ്യൻ വിപ്ലവവും തുടർന്നുള്ള സ്റ്റാലിൻ്റെ ഏകാധിപത്യ ഭരണവുമാണ് ഈ നോവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. സ്റ്റാലിൻ്റെ ഏകാധിപത്യ ഭരണത്തെ നിശിതമായി വിമർശിക്കുകയാണ് ജോർജ് ഓർവെൽ ഇതിലൂടെ ചെയ്യുന്നത്. മിസ്റ്റർ ജോൺസ് നടത്തിയിരുന്ന മാനർ ഫാം, മിസ്റ്റർ ജോൺസ് എന്നുള്ളത് സാർ ചക്രവർത്തിമാരെ സൂചിപ്പിക്കുന്നു. ആ മാനർ ഫാം ഓൾഡ് മേജർ എന്ന ഒരു വയസ്സൻ പന്നിയുടെ ആഹ്വാനങ്ങളാൽ പ്രചോദിതരായി ഒരു കൂട്ടം പന്നികളും മറ്റു മൃഗങ്ങളും പിടിച്ചടക്കുന്നു. എന്നിട്ട് ആ ഫാമിനെ എനിമൽ ഫാം എന്ന് പേര് കൊടുക്കുന്നു. അതിനുശേഷം എനിമലിസം എന്ന വ്യവസ്ഥ സ്ഥാപിക്കുന്നു. അതിൽ അവർ 10 കൽപ്പനകൾ ഉൾപ്പെടുത്തുന്നു. അതിൽ എല്ലാ മൃഗങ്ങളും തുല്യരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നീട് നോവൽ പുരോഗമിക്കുമ്പോൾ നമുക്ക് 3 അവസ്ഥകളിലൂടെ നോവൽ പുരോഗമിക്കുന്നത് കാണാം. ആദ്യം അധികാര മത്സരമാണ് കാണുന്നത്. അധികാരം സ്ഥാപിച്ചതിന് ശേഷം സ്നോബോൾ എന്നു പേരായ ഒരു പന്നിയും നെപ്പോളിയൻ എന്നു പേരായ ഒരു പന്നിയും തമ്മിലുള്ള അധികാര വടംവലി നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്നോബോൾ ട്രോട്സ്കിയെയും നെപ്പോളിയൻ സ്റ്റാലിനെയും സൂചിപ്പിക്കുന്നു. ഈ അധികാര വടംവലിയിൽ നെപ്പോളിയൻ ജയിക്കുകയും സ്നോബോളിനെ അവിടുന്ന് ആട്ടി ഓടിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ മൂല്യത്തകർച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെപ്പോളിയൻ്റെ ഭരണത്തിന് കീഴിൽ ആനിമലിസം മുന്നോട്ട് വെച്ച മൂല്യങ്ങൾക്കെല്ലാം തന്നെ ച്യുതി സംഭവിക്കുന്നു. മൃഗങ്ങളെല്ലാം തന്നെ മനുഷ്യരെ പോലെ ഉറങ്ങുകയും മദ്യപിക്കുകയും
അവർ മനുഷ്യരുമായി കച്ചവടം ചെയ്യുകയും ചെയ്യുന്നു. നെപ്പോളിയൻ എപ്പോഴും ശരിയാണ്, ഞാൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യും എന്ന മുദ്രാവാക്യം സദാ വിളിച്ചുകൊണ്ട് നടക്കുന്ന ബോക്സർ എന്ന കുതിരയെ അവർ കബളിപ്പിക്കുകയും പിന്നീട് ചതിച്ച് വിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ അനിമലിസത്തിൻ്റെ നേതാക്കളായ നെപ്പോളിയൻ വർഗവഞ്ചന കാണിക്കുന്നു. അവസാനം 7 കൽപ്പനകളും മാറ്റി എഴുതപ്പെടുന്നു, ചരിത്രം തിരുത്തുന്നു. 7 കൽപ്പനകൾക്ക് പകരം ഒറ്റ കൽപ്പനയാക്കുന്നു. ഓൾ എനിമൽസ് ആർ ഈക്വൽ ബട്ട് സം എനിമൽസ് ആർ മോർ ഈക്വൽ. എല്ലാ മൃഗങ്ങളും സമന്മാരാണ്, പക്ഷേ ചിലർ കൂടുതൽ സമന്മാരാണ് മറ്റു മൃഗങ്ങളെക്കാൾ എന്ന് തിരുത്തി എഴുതുന്നു. അവസാനം പന്നികൾ മനുഷ്യരുമായി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് മറ്റു മൃഗങ്ങളും പന്നികളും ഒരു ജനലിൽ കൂടെ നോക്കുകയും അവർക്ക് മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു എന്നാണ് നോവലിൻ്റെ അവസാനം പറയുന്നത്. അതായത് അവർ അടിച്ചമർത്തിനെതിരെയാണ് പോരാടിയത്, പക്ഷേ അവർ തന്നെ അമർത്തലുകളുടെ ശക്തികളായി മാറി എന്നാണ് അവസാനം നോവലിസ്റ്റ് പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും പൗരപ്രമുഖരായി, കറുപ്പിനെ പേടിയായി, വിരുന്ന് സൽക്കാരമായി, നിങ്ങൾ ഭരിക്കപ്പെടേണ്ടവരും ഞങ്ങൾ ഭരിക്കേണ്ടവരും എന്ന രീതിയായി. അത് തന്നെയാണ് മണിയാശാനും പറയുന്നത്.